നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇംപ്ലാന്റുകൾ എങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്ന ഒന്നാണ്, എനിക്ക് ഇംപ്ലാന്റ് പല ഡോക്ടറിനെ ഞാൻ കണ്ടിട്ട്, അപ്പോൾ ചിലർ പറഞ്ഞു എനിക്കവിടെ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം എനിക്കവിടെ അസ്ഥിയുടെ ഒരു കട്ടി കുറവാണ്, അല്ലെങ്കിൽ അസ്ഥിക്ക് അവിടെ ഒരു നീളക്കുറവുണ്ട്, അല്ലെങ്കിൽ അതിനൊരു വീതി കുറവുണ്ട്. അപ്പോൾ ഇത് കാരണം നമുക്ക് ഇംപ്ലാന്റ് അവിടെ ഇടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമോ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇംപ്ലാന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു വാളിൽ ചുവരിൽ ഒരു സ്ക്രൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചുവരിന് ഒരു അത്യാവശ്യം കട്ടി വേണം. അല്ലെങ്കിൽ നമ്മൾ സ്ക്രൂ അങ്ങോട്ട് തിരിക്കുമ്പോൾ ആ ചുവര് നന്നായിട്ട് ഇടിഞ്ഞു തുടങ്ങും. അപ്പോൾ അത് ഇടിഞ്ഞു തുടങ്ങുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു 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 ഡയമീറ്റർ, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ഡെൻസിറ്റി ഒക്കെ അവിടെ വേണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ബോണിൻ്റെ ആ ഒരു ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതയെ നമ്മൾ 4ആയിട്ട് തരംതിരിക്കാറുണ്ട്. D1, D2, D3, D4 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ D4 എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കട്ടി കുറഞ്ഞ ബോണാണ്. പെട്ടെന്ന് നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോകും. അപ്പോൾ അത് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രാക്ചറിനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ D1 ആണ് ഏറ്റവും കട്ടിയുള്ള ബോൺ. D2, D3 നമുക്ക് ഇംപ്ലാന്റ്സുകൾ പ്ലേസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇംപ്ലാന്റിന് മുന്നോടിയായിട്ട് അസ്ഥിയുടെ ആ ഒരു വിഡ്ത്ത്, അതായത് അതിൻ്റെ വീതി, അസ്ഥിയുടെ ആ ഒരു ലെങ്ത്, അതായത് അതിൻ്റെ ഹൊറിസോണ്ടൽ രീതിയിൽ നോക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ലംബമായിട്ടുള്ള നോക്കുമ്പോൾ വെർട്ടിക്കലായിട്ട് നോക്കുന്ന സമയത്ത്, ഇപ്പോൾ നെടുകയാണെങ്കിലും കുറുകയാണെങ്കിലും ഒക്കെ അതിൻ്റെ ആ ഒരു വിസ്തീർണം കൃത്യമായിട്ട് വേണം. അതില്ലാത്ത ആൾക്കാർക്കും നമുക്കതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു പ്രൊസീജിയറിന് പറയുന്ന പേര് GBR എന്നാണ് പറയാറ്. ഗൈഡഡ് ബോൺ റീജനറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ തന്നെ ഗൈഡ് ചെയ്ത് നമ്മൾ തന്നെ ആ ഒരു കേസിൽ അസ്ഥിയെ പുനർനിർമ്മിച്ചെടുക്കുന്ന ഒരു അതിന് അവലംബിക്കുന്ന ഒരു രീതിയാണ് GBR എന്ന്. എന്താണ് GBR? അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ എവിടെയാണോ പല്ലുകൾ നഷ്ടപ്പെട്ടത് ആ അസ്ഥിയുടെ ഭാഗം തുറന്നതിന് ശേഷം അവിടെ നമുക്ക് അസ്ഥിയുടെ ആ ഒരു പല രീതിയിലുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ബോൺ ബ്ലോക്കുകളുണ്ട്. അപ്പോൾ അത് ബോൺ ഗ്രാഫ്റ്റുകൾ, അത് കൃത്രിമമായിട്ടുള്ള ഈ നമ്മുടെ ബോൺ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പദാർത്ഥങ്ങളുണ്ട്. അത് ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് പോലെയുള്ള ചില വസ്തുക്കളാൽ നിർമ്മിതമായിട്ടുള്ള രീതിയിലുള്ള പദാർത്ഥങ്ങളായിരിക്കും. അപ്പോൾ അത് സാധാരണയായിട്ട് നമുക്ക് പൊടിയുടെ രൂപത്തിൽ ചില ഫൈൻ പൗഡറായിട്ട് കിട്ടാറുണ്ട്. പക്ഷേ പൗഡറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിഡ്ജിനെ ഓഗ്മെൻറ്റ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഒരു മതിൽ കെട്ടുന്നത് പോലെ റിഡ്ജിന് കൃത്യമായിട്ടൊരു പൊക്കം വേണം. അത് വെർട്ടിക്കലി അതിനൊരു അത്യാവശ്യം പൊക്കം വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ബ്ലോക്ക് രൂപത്തിലുള്ള, അതായത് മെഴുകിൻ്റെ ബ്ലോക്ക് പോലെ ബോൺ ഗ്രാഫ്റ്റിൻ്റെ ബ്ലോക്കുകളുണ്ട്. ആ ബ്ലോക്കുകൾ അടുക്കി വെച്ചിട്ട് നമുക്ക് ആ ഒരു ഏരിയ ബിൽഡ് ചെയ്തെടുക്കാം. അങ്ങനെ ബ്ലോക്ക് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തില്ല. നമ്മളിപ്പോൾ ചുടുകട്ട വെച്ചിട്ട് ഇടയ്ക്ക് സിമൻറ്റ് വെച്ച് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുന്നത് പോലെ ഈ ബോൺ ബ്ലോക്കുകൾ വെച്ചതിന് ശേഷം അവിടെ അതിനെ ഓഗ്മെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് രോഗിയുടെ തന്നെ ബ്ലഡിൽ നിന്ന് എടുക്കുന്ന PRF എന്ന് പറയും. അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് ഫൈബ്രിൻ. അത് വേർതിരിച്ചെടുക്കുന്ന ചില വളർച്ചാ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള രക്തത്തിൻ്റെ തന്നെ ഒരു കോൺസെൻട്രേറ്റ്, പ്ലേറ്റ്ലെറ്റ് അടങ്ങിയിട്ടുള്ള ഒരു കോൺസെൻട്രേറ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒന്ന് കോട്ട് ചെയ്യും. അതിൻ്റെ മുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓസിഫൈങ് മെംബ്രെയിൻ എന്ന് പറയും. അതായത് ഒരു മെംബ്രെയിനാണ്. ആ ഒരു സ്ഥലമാണ്. ആ സ്ഥലം അവിടെ ഇരുന്നിട്ട് അത് ഓസിഫൈ ചെയ്യുന്നു. ആ ഒരു സ്ഥലം ഒരു 3 മുതൽ 6 മാസം കൊണ്ട് അത് അസ്ഥി പോലെ കട്ടിയുള്ള ഒന്നായിട്ട് മാറുന്നു. അപ്പോൾ ഇതിനെയൊക്കെ നമുക്കതിനെ കൃത്യമായിട്ട് പൊതിഞ്ഞ് വെക്കണം. അതിനെ പൊതിഞ്ഞ് വെക്കാനായിട്ട് അതിനെ കറക്റ്റായിട്ട് അവിടെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈറ്റാനിയം മെഷസ് യൂസ് ചെയ്യാറുണ്ട്. ടൈറ്റാനിയത്തിൻ്റെ ഒരു ക്രിസ് ക്രോസ് പോലെയുള്ള ഒരു മെഷ് വയ്ക്കാറുണ്ട്. ആ മെഷ് വെച്ച് ഇതിനെ ഹോൾഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ തുറന്ന ആ ഫ്ലാപ്പിനെ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിട്ട് അലിയുന്ന തരത്തിലുള്ള പ്രത്യേക തരം തയ്യലുകൾ ഉപയോഗിച്ചുകൊണ്ട് തുന്നിയെടുക്കുകയാണ്. ആ വസ്തു അവിടെ ഇരുന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കണ്ട ബോണിൽ നിന്ന് കുറച്ചുകൂടി വ്യാസം വന്നു, ഡെൻസിറ്റി, ഡെപ്ത് കൂടി. 6 മാസം കഴിയുമ്പോൾ നന്നായിട്ട് ഒരു ഐഡിയൽ തിക്നെസ് എല്ലാ രീതിയിലും, അതിൻ്റെ ഒരു വിഡ്ത്ത് ആയിക്കോട്ടെ, അതിൻ്റെ ലെങ്ത് ആയിക്കോട്ടെ, വെർട്ടിക്കലി ആസ് വെൽ ആസ് ഹൊറിസോണ്ടൽ, 2 ദിശകളിലും ആ കൃത്യമായിട്ടുള്ള ഒരു ബോണിൻ്റെ ആ ഒരു എമൗണ്ട് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ അതിനെയാണ്, ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ റിഡ്ജ് ഓഗ്മെൻറ്റേഷൻ എന്ന് പറയാറുണ്ട്. റിഡ്ജിനെ ഓഗ്മെൻറ്റ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ വെർട്ടിക്കലായിട്ടും ചെയ്യാറുണ്ട്, നമ്മൾ ഹൊറിസോണ്ടലായിട്ടും ചെയ്യാറുണ്ട്. ഇത് GBRൽ വരുന്നത്, GBRൻ്റെ ഒരു ടെക്നിക്കാണ്. ഇത് തന്നെ നമുക്ക് ബോൺ റിങ് എന്ന് പറഞ്ഞ മറ്റൊരു ടെക്നിക്കുണ്ട്. അത്തരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാവുന്നതാണ്. ചില കേസുകളിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ രോഗിയുടെ തന്നെ, അതായത് ഇപ്പോൾ പേഷ്യൻ്റ് തന്നെ നമ്മുടെ നോർമലി ഉള്ള ബോണിൻ്റെ പീസും ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് വിസ്ഡം ടൂത്ത് പോയ കേസാണെന്നുണ്ടെങ്കിൽ, 3ാമത്തെ അണപ്പല്ലിൽ പോയ ഭാഗത്ത് ആ സോക്കറ്റിൽ കുറച്ച് ബോൺ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബോൺ പ്രൊക്യൂർ ചെയ്തിട്ട് അവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ റാമസ് എന്ന് പറയുന്ന കീഴ്ത്താടിയലിൻ്റെ ഒരു ഭാഗം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട്
അതിനെയും നമുക്ക് ഈ ആവശ്യമുള്ള സ്ഥലത്ത് ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാൻ ആവശ്യമുള്ള സ്ഥലത്ത് അവിടെ പ്ലേസ് ചെയ്തിട്ട് ടാഗ് സ്ക്രൂസ് ഉണ്ട്. ടൈറ്റാനിയം നിർമ്മിതമായിട്ടുള്ള സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്കവിടെ സ്ക്രൂ ചെയ്ത് വെക്കാവുന്നതാണ്. അതിൻ്റെ പുറത്തും നമുക്ക് ഈ ഒരു PRF ഉപയോഗിച്ചുകൊണ്ടും ഓസിഫൈങ് മെംബ്രെയിൻസ് തര ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ തന്നെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് GBR എന്ന് പറയുന്ന ഈ ഒരു പുതിയ ടെക്നിക്കല്ല, കുറേ നാളുകളായിട്ട് നമ്മൾ ഉപയോഗിച്ച് പോരുന്നൊരു ടെക്നിക്കാണ്. അപ്പോൾ GBR ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര എല്ലില്ല എന്ന് പറയുന്ന കേസുകളാണെങ്കിലും, പക്ഷെ ചില കേസുകളിൽ അതിനും ചില ഒരു റിലേറ്റീവായിട്ടുള്ള ചില കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒക്കെ വരാറുണ്ട്. എന്നാൽ തന്നെയും നമുക്ക് മിക്ക കേസുകളിലും ഈ GBR ഉപയോഗിച്ചുകൊണ്ട് എല്ലില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയെ നമുക്ക് ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ അത്യാവശ്യം കോസ്റ്റ്ലി മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഈ ടൈറ്റാനിയം മെഷ് ആണെങ്കിലും ഓസിഫൈങ് മെംബ്രെയിൻ ആണെങ്കിലും ടൈറ്റാനിയം സ്ക്രൂ ആണെങ്കിലും ബോൺ ബ്ലോക്ക് ഗ്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ വളരെ കോസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ നോർമലി ഉള്ള ഇംപ്ലാന്റിനെ അപേക്ഷിച്ചിട്ട് ഒട്ടുമേ എല്ലില്ലാത്ത അസ്ഥിയിൽ ഇംപ്ലാന്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു കോസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി കോസ്റ്റുള്ള ഒരു മൊഡാലിറ്റി ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു മൊത്തം റിസൾട്ട് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മറ്റ് ഉള്ള നോർമലി അസ്ഥിയുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് GBR ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇംപ്ലാന്റ് ഉപയോഗിച്ച് നമുക്ക് പല്ല് വയ്ക്കാനായിട്ട് സാധിക്കും. നമസ്കാരം.